ഇന്ത്യ തുർക്കി ബന്ധം കൂടുതൽ വഷളാകുന്നു. തുർക്കിക്കെതിരെ മുൻ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി കടുത്ത വിമർശനമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ത്യയുമായി ഉഭയകക്ഷി പ്രശ്നങ്ങളൊന്നുമില്ലെന്നും പാകിസ്ഥാനുമായുള്ള തുർക്കിയുടെ ബന്ധത്തെ ഇന്ത്യ മറ്റൊരു കണ്ണിലൂടെ കാണേണ്ടതില്ല എന്നതായിരുന്നു തുർക്കി വിദേശകാര്യ മന്ത്രിയുടെ പ്രസ്താവന. ഈ പ്രസ്താവന നടത്തിയതിന് പിന്നാലെ ഇപ്പോൾ ഇതിന് തക്കതായ മറുപടിയുമായിട്ടാണ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി കാൻവാൽ സിബിൽ രംഗത്ത് വന്നിരിക്കുന്നത്. തുർക്കി വർഷങ്ങളായി തന്നെ ഇന്ത്യക്കെതിരെ ശത്രുതാപരമായ രാഷ്ട്രീയമായ നിലപാടുകൾ സ്വീകരിച്ചു വരികയാണ് എന്നും ഇത് ഇന്ത്യ തുർക്കി ബന്ധങ്ങളെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. പ്രത്യേകിച്ച് കാശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തുർക്കി പല തവണ പാകിസ്ഥാന്റെ നിലപാടുകളെ പിന്തുണച്ചിട്ടുണ്ട് എന്നതും ഇന്ത്യൻ നയതന്ത്ര വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളെക്കുറിച്ച് തുർക്കി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയെന്നും ന്യൂഡൽഹി അതൃപ്തിയോടെയാണ് ഇതിനെ കണ്ടിരിക്കുന്നത് എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ കാൻവാൽ സിബിലിന്റെ വിലയിരുത്തൽ പ്രകാരം തുർക്കിയുടെ വിദേശ നയത്തിൽ വർദ്ധിച്ചു വരുന്ന ഇസ്ലാമിക രാഷ്ട്രീയ സ്വാധീനവും പാകിസ്ഥാനുമായുള്ള അടുത്ത ബന്ധവും ഇന്ത്യയുമായുള്ള വിശ്വാസ ബന്ധത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. അതിനാൽ തന്നെ തുർക്കിയുടെ പ്രസ്താവനകളെ ആ വാക്കിന് വാക്കായി തന്നെ സ്വീകരിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. അതേസമയം ഇന്ത്യയും തുർക്കിയും വ്യാപാരം, വിനോദസഞ്ചാരം, നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ ബന്ധം തുടരുന്നുണ്ടെങ്കിൽ പോലും രാഷ്ട്രീയ നയതന്ത്ര വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നതായി തന്നെ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. അതേപോലെ തന്നെ പാകിസ്ഥാനുമായി തുർക്കി പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതും ഇന്ത്യ അവിടെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നത് അത്തരം വിഷയങ്ങളാണ്. സമീപ വർഷങ്ങളിലായി തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സാങ്കേതിക സഹകരണം വർദ്ധിച്ചതും ന്യൂഡൽഹിയുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. അതേപോലെ തുർക്കി വിദേശകാര്യമന്ത്രി സത്യസന്ധമല്ല സംസാരിക്കുന്നതെന്നും കാൻവാൽ സിബിൽ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ തന്നെ പ്രതികരിക്കുകയും ചെയ്തു. അതുപോലെ ഇന്ത്യ ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും തുർക്കി വർഷങ്ങളായി തന്നെ ഇന്ത്യക്കെതിരെ നിരന്തരമായ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയാണ് എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതേപോലെ തന്നെ പാകിസ്ഥാനുമായി സൗഹൃദ ബന്ധം പുലർത്തുന്നതിൽ ഇന്ത്യക്ക് അവിടെ എതിർപ്പില്ല. എന്നാൽ ആ ബന്ധം ഇന്ത്യക്കെതിരായ പ്രകോപനകരമായ ഉള്ളടക്കമുള്ളതാകരുത് എന്നും തുർക്കി പ്രസിഡന്റ് റജബ് തായിബ് എർദോഗൻ ഐക്യരാഷ്ട്രസഭയിൽ നിരന്തരം കാശ്മീർ വിഷയം ഉന്നയിക്കാറുണ്ട് എന്നും പാകിസ്ഥാൻ സന്ദർശന വേളയിൽ ഇന്ത്യക്കെതിരെ ഇസ്ലാമിക അധിഷ്ഠിതമായ പ്രസ്താവനകൾ നടത്താറുണ്ട് എന്നതായിരുന്നു ഇവിടെ സിബിൽ കുറ്റപ്പെടുത്തി നടത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ പാകിസ്ഥാന്റെ ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങളുടെ പ്രധാന കേന്ദ്രമായി തുർക്കി ഇവിടെ മാറിയിരിക്കുകയാണ് എന്ന ആരോപണം പോലും അദ്ദേഹം ഉന്നയിച്ചു. അതേസമയം പഹൽഗാം ഭീകര ആക്രമണത്തിന് ശേഷം തുർക്കി പാകിസ്ഥാനെ പിന്തുണച്ചതാണ് ഇന്ത്യ തുർക്കി ബന്ധം കൂടുതൽ വഷളാകാൻ ഇടയായിരിക്കുന്നത്. ഒപ്പം തന്നെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയുടെ നടപടികളെ പ്രകോപനം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പ്രസിഡന്റ് എർദോഗൻ പാകിസ്ഥാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഇതേ തുടർന്നുകൊണ്ട് ഇന്ത്യയിൽ തുർക്കി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനങ്ങൾ ഉയരുകയും ഡൽഹി, മുംബൈ ഉൾപ്പെടെ 9 ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ തുർക്കി ഏവിയേഷൻ കമ്പനിയായ സെലബിയുടെ സുരക്ഷാ അനുമതി റദ്ദാക്കുകയും ചെയ്തിരുന്നു. കൂടാതെ തന്നെ 2025 ജൂണിൽ തുർക്കിയിലേക്കുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ 37% ഇടിവാണ് രേഖപ്പെടുത്തിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.